മാനിപ്പുലേഷൻ, ഡിസീറ്റ്ഫുൾനെസ്, കംപ്ലീറ്റ് ഡിസ്റിഗാർഡ് ഫോർ റൂൾസ് ആൻഡ് കോൺസിക്വൻസസ് എന്നൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരു ഡിസോർഡർ ഉണ്ട്. അതാണ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാൾക്ക് ഒരു പെർട്ടിക്കുലർ പേഴ്സണോട് വെറുപ്പോ ദേഷ്യമോ ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ അത് അവരുടെ ഒരു നേച്ചറാണ്. ഇപ്പോൾ കള്ളം പറയുക, മാനിപ്പുലേറ്റ് ചെയ്യുക, ബാക്കിയുള്ളവരുടെ റൂൾസിനെ വയലേറ്റ് ചെയ്യുക, ഒന്നിലൊരു കുറ്റബോധം ഇല്ലാണ്ടിരിക്കുക, അതുപോലെ തന്നെ നല്ല ഇറസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ഒരു ഒബ്ലിഗേഷൻസ് ഇല്ല, അതുപോലെ തന്നെ ചെയ്യേണ്ട ഡ്യൂട്ടീസ് കൃത്യമായിട്ട് ചെയ്യത്തില്ല, അതുപോലെ തന്നെ ഭയങ്കര ഇമ്പൾസിവിറ്റി ആയിരിക്കും. ഇമ്പൾസിവിറ്റി എന്ന് പറഞ്ഞാൽ ചിന്തിക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഇവരുടെ അഗ്രഷൻ ഇവർക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് ഫിസിക്കൽ ഫൈറ്റ്സിൽ എൻഗേജ് ചെയ്യും. റെക്ലെസ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആയിരിക്കും കൂടുതൽ കാണിക്കുക. കൂടാതെ ഒരു സൂപ്പർഫിഷ്യൽ ചാം എപ്പോഴും ഉണ്ടാവും. ഒരു കരിസ്മാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ലൈക്കബിളായിട്ട് നമുക്ക് തോന്നും. ഇനി ഈ ഒരു ഡിസോർഡറിൻ്റെ കോസസ് നോക്കുകയാണെങ്കിൽ ജനറ്റിക്സ് കൊണ്ടുവരാം, ബ്രെയിൻ ഡിഫറൻസസ് കൊണ്ടുവരാം, ചൈൽഡ്ഹുഡ് ട്രോമ കൊണ്ടുവരാം, അബ്യൂസ് അല്ലെങ്കിൽ നെഗ്ലക്റ്റ് പോലെയുള്ള ഫാക്ടേഴ്സ് കൊണ്ടുവരാം. അതുപോലെ തന്നെ അൺസ്റ്റേബിൾ ഫാമിലി എൻവയോൺമെൻറ്റ് ഇതിനെ എക്സാസർബേറ്റ് ചെയ്യുന്നൊരു ഫാക്ടറായി മാറുകയും ചെയ്യും. ASPD ഉള്ളവർ പൊതുവെ ട്രീറ്റ്മെൻറ്റ് ഫോളോ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും ASPD ഉള്ളവരെല്ലാം ക്രിമിനൽസ് അല്ല എന്ന മനോഭാവത്തോടെ നമുക്കവരെ ട്രീറ്റ് ചെയ്യാൻ കഴിയണം.